ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന കമൻസ് എല്ലാം ഞാൻ കണ്ടു. വളരെ നല്ല അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നെന്ന് കണ്ടു. വളരെ സന്തോഷം തോന്നി. എല്ലാവർക്കും നന്ദി. എല്ലാവരോടും സ്നേഹം. നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത് ഫസ്റ്റിൽ നമ്മളിത് മേജർ അർഖാന കാർഡ്സ് മാത്രമാണ്. അതായത് മേജർ അർഖാന 22 കാർഡ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? കാർഡ്സുകൾ ആകെ 76 76, 54 എണ്ണം മൈനർ അർഖാന, ബാക്കിയുള്ളത് നമുക്ക് 22 നമുക്ക് മേജർ അർഖാനയാണ്. മേജർ അർഖാന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ബാക്കിയുള്ളത് അതിനിടയിലൊക്കെ വരുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് മൈനർ അർഖാനയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് നോക്കാം. ഇത് റീഡ് ചെയ്തിട്ട് നമുക്ക് മറ്റേ കാർഡ്സ് കൂടി എടുക്കാം, മറ്റേ ഡെക്ക് കൂടി എടുക്കാം. പിന്നെ നമുക്ക് ഇന്ന് ശനിയാഴ്ച അല്ലേ, ശിവഭഗവാന്റെ മെസ്സേജസ് കൂടെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഡബിളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളെ നല്ല ആൾക്കാരെ പോലും, നമ്മളൊരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുമ്പോൾ പോലും നമുക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നെഗറ്റീവ് എനർജിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഉള്ള എനർജീസ് കണ്ടില്ല, ഇതൊരു വല്ലാത്തൊരു എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ പല ആൾക്കാർ, ചിലരെങ്കിലും ഈ റീഡിങ് കാണുന്ന ചിലരെങ്കിലും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം നെഗറ്റീവ് എനർജിയിൽ ആയിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാവാം, അതുമല്ല എങ്കിൽ നിങ്ങളെ ചെയ്യാത്ത തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എനർജിയുമാവാം. ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തെറ്റുകളെ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എനർജി ഉണ്ടാവാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടയാൻ വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്ന എനർജി ഉണ്ടാവാം. മനസ്സിലായി? അതുപോലെ നമ്മളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ നല്ല ജീവിതം കണ്ടിട്ട് അതിനിടയിൽ നിങ്ങളെ അതിന് സമ്മതിക്കാത്ത വിധം അതിനൊരു തടസ്സമായി നിൽക്കുന്ന ചില എനർജീസ് ഉണ്ടാവാം. അല്ലെങ്കിൽ അതിന് തടസ്സത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന എനർജി, നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു എനർജി ഉണ്ടാവാം. ചിലപ്പോഴൊക്കെയും വീട്ടിലിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ പോലും ഒന്നും ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ലായ്മ, അതുമല്ല എങ്കിൽ അലസത, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ ദൃഷ്ടിദോഷം ഉണ്ടാവുന്നതായിരിക്കും. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിവിധി ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ദൃഷ്ടിദോഷത്തെ മറികടക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ അറിയാം. ഡബിൾ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രതിവിധി എടുക്കേണ്ടത്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കുറേയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം. അവിടേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വരുമ്പോൾ എനിക്കിത് നല്ലതാണോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ കഴിയുന്നത് നിങ്ങൾ ഒരു ദൈവികമായ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഉപാസനാമൂർത്തിയോട് അടുത്ത് നമ്മൾ അതിനുള്ള മന്ത്രമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയെ നമ്മൾ എപ്പോഴും ഉപാസിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതലായി നിങ്ങൾക്കുള്ളിലെ ഭയമൊക്കെ വിട്ടുമാറി നല്ല ഒരു എനർജിയിൽ, പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എല്ലായ്പ്പോഴും നിങ്ങൾ നെഗറ്റീവ് എനർജിയിലേക്ക് വരുന്ന, പോസിറ്റീവ് ഉള്ളിടത്താണ് നെഗറ്റീവും വരുന്നത് അല്ലേ? അല്ലാതെ വെറുതെ പോസിറ്റീവ് എനർജി മാത്രം ഒരിടത്ത് നിൽക്കുകയില്ല. എപ്പോഴെങ്കിലും ഒക്കെ നെഗറ്റീവ് എനർജിയും കൂടെ നമ്മളെ ബാധിക്കാം. അത് പെട്ടെന്ന് നീക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ട് വരാവുന്നതാണ്. കുറച്ച് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. ഒരു
80% നിങ്ങളുടെ ശ്രദ്ധ അത്യാവശ്യമാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ ആരെങ്കിലും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന എനർജി ആവാം. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എല്ലായ്പ്പോഴും പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൃഷ്ടിദോഷമൊക്കെ വരുന്നത് നമ്മളുടെ കുറ്റം കൊണ്ടല്ലല്ലോ, ആണോ? എന്തെങ്കിലും ചിലപ്പോൾ ആരോടെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ലതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് സമൂഹത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തായാലും നമ്മളുടെ നല്ല സംസാര രീതി തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരാം, നമ്മുടെ നല്ല പെരുമാറ്റം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരാം. അതൊന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. നമുക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള, നിങ്ങൾക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള കഴിവ് നിങ്ങൾ ഇവിടെ പ്രയോഗിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ നിങ്ങൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അത് നിങ്ങളുടെ കുറ്റമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മികച്ച രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഓഫീസിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കാം. അവിടെയൊക്കെയും നിങ്ങളെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി കടന്നു വരാം. അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നശിച്ചു പോകും. ആ നശിച്ച ജീവിതത്തെ നമ്മൾ പിന്നെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. കാരണം ഒരുപാട് പേർക്കും ഈ ഒരു എനർജിയിൽ മുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു എനർജി ഏറ്റിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. അപ്പോൾ സൺ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഇതിനെ ഡബിൾ എനർജി മാറ്റാൻ വേണ്ടി നിങ്ങൾ പ്രതിവിധികൾ ചെയ്ത് കുറേ കഴിയുമ്പോൾ, തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്കത് മാറണമെന്നില്ല, കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ എനർജിയിലേക്ക് വരാൻ സാധിക്കും. എങ്ങനെയാണ് ഈ സന്തോഷത്തെ നിങ്ങൾ നിലനിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, യോഗ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൺ കാർഡ് അല്ലേ, വളരെയധികം സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂര്യദേവനെ ഉപാസിക്കാവുന്നതാണ്, സൂര്യ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ യോഗ ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മളിതെല്ലാം ചെയ്ത് വന്നാലും, മെഡിറ്റേഷൻ ചെയ്ത് യോഗ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, ഗായത്രി മന്ത്രം ജപിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി എങ്ങനെയെങ്കിലും ബാധിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു പോന്നാൽ വളരെ നല്ലതാണ്, മനസ്സിലായി. എന്നാലും നമുക്ക് ബാധിക്കും, പക്ഷെ നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഇത്തരത്തിലുള്ള ജപത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ, യോഗയിലൂടെ ഒക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ ജീവിതത്തെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എവിടെ നിന്ന് നെഗറ്റീവ് എനർജി വന്നു എന്ന് അറിയാം, നിങ്ങളുടെ ഇൻഡ്യൂഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടും ഇൻഡ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു, മനസ്സിലായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമല്ലേ ഹാപ്പിനെസ്സിലേക്ക് പോവുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ചില സാധനങ്ങൾ വാങ്ങിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള എനർജി, അതുപോലെ പുതിയ വീട്, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക്, ജോലിയാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു. ഇവിടെ വളരെ വലിയ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സൂര്യഗായത്രി മന്ത്രമൊക്കെ രാവിലെ കുറഞ്ഞത് 7 തവണയെങ്കിലും, 11 തവണ ജപിക്കുന്നത് നന്നായിരിക്കും, കുറഞ്ഞത് 7 തവണയെങ്കിലും നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർമ്മശക്തി നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടുന്നതാണ്. അത് വളരെ നല്ലതാണ്, നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിലെ സന്തോഷം നിലനിർത്താനും ഒക്കെയും നല്ലതാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ടാരോ കാർഡ്സ് മറ്റേ നോക്കാവേ. ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ, ഇവിടെ ഡബിൾ എനർജിക്ക് വന്നിരിക്കുന്ന 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ നിങ്ങളെ ബാധിക്കാം, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്ന അതേ വേദന നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
അത്ര ഒരു ആഘാതമാണ് ഈ ഒരു നെഗറ്റീവ് എനർജിക്ക്. തീർച്ചയായിട്ടും ഡബിൾ എനർജി എന്ന് പറയുന്നത് വലിയൊരു നെഗറ്റീവ് എനർജിയാണ്. അങ്ങനെ ഒരു ദൃഷ്ടിദോഷമാണോ നിങ്ങളിലേക്ക് വന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്ന് നിങ്ങളുടെ ജീവിതം അപ്പാടെ തകർത്ത് കളയുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇവിടെ കുറേ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന എനർജിയാണിത്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഡബിൾ എനർജി. ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ഓഫ് സോഡിന്റെ എനർജിയിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരുന്നു. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാം, ഇനി മറ്റ് വ്യക്തികൾ നിമിത്തം നിങ്ങൾ ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാവാം. അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് സൺ എനർജിയിലേക്ക് എന്താണ് നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സൺ എനർജിയിലേക്ക് വരാൻ പോകുന്ന 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യണം, യോഗ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. നിറഞ്ഞ ഒരു ഫാമിലി, അതായത് സന്തോഷകരമായി ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. കണ്ടല്ലേ, ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. രാവിലെ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ഇങ്ങനെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുക, ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിറഞ്ഞ ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. മനസ്സിലായി? ഈ ഒരു സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും എല്ലാം കൊണ്ട് നിറഞ്ഞ സന്തോഷത്തിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സൺ എനർജി. അടുത്തതായിട്ട് എന്താ നമുക്ക് നോക്കാവേ. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നമ്മൾ സൺ എനർജിയിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ അവിടെയും എന്തെങ്കിലും കാര്യങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുഃഖം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാകാം. ഈ ഒരു ഡബിൾ എനർജി വന്നു, 3 ഓഫ് സോഡിന്റെ എനർജി വന്നു, നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അത്രമാത്രം ദുഃഖത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മയുടെ സമയമാണ്. നിങ്ങൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കർമ്മ എന്നും നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു ഗതികേട് വരില്ല. കാരണം കുറെ ആകുമ്പോൾ അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു സൗഭാഗ്യത്തിന്റെ സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്രമേണ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കവും ആവാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിൻ്റെതായ സമയം, അതായത് ജീവിതത്തിന്റെ ഒരു തുടക്കം വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവിത കാര്യങ്ങളൊക്കെയും 7 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയും വളരെയധികം സ്പീഡിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്ര സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗം നടന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്. നല്ല സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിൽ പവർ വർദ്ധിച്ചു വരുന്നുണ്ട്. വിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. എന്ത് കാര്യവും എനിക്കിത് സാധിക്കാമെന്നുള്ള ആ ഒരു തോന്നലുണ്ടാകുന്ന കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. പലപ്പോഴും നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ചുറ്റും എല്ലാം ഉണ്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെന്ന് വരും. നിങ്ങൾക്കതുപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ വരിക എന്ന് പറയുന്നത് നിങ്ങളെ അലസതയിലേക്ക് വലിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് എനിക്കിത് വിജയിക്കാൻ സാധിക്കും, എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തോന്നൽ വരികയാണ്. അങ്ങനെ ഒരു ഉൾവിളി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയിയായി മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രഥമോടിക്കുന്ന ഒരു രാജകുമാരനെയാണ് കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ തേരാളിയായിട്ട് ഇരിക്കുന്നതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലെ പിക്ചേഴ്സാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യബോധമില്ലാതെ വെറുതെ ഇരുന്നാലും നിങ്ങളെ കൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പവർഫുൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്താണ്, എനിക്കിത് പറ്റും എന്നുള്ള ആ ഉൾവിളിയാണ്, അല്ലെങ്കിൽ മനഃശക്തിയാണ് ഇവിടെ പ്രധാനം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനഃശക്തിയാണ് ഇവിടെ പ്രധാനം. വെറുതെ തേരിലിരുന്നാൽ മതി, വണ്ടി ഓടിക്കൊള്ളും എന്ന് പറയത്തില്ലേ. നിങ്ങൾ പലർക്കും അതുപോലെ നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. ലൈസൻസ് ഒന്നുമില്ലെങ്കിൽ പലരും ലൈസൻസ് എടുക്കാൻ പാടുപെടുന്നുണ്ട്. ലൈസൻസ് ഒന്നുമില്ലെങ്കിലും വണ്ടി നല്ലതുപോലെ ഓടിക്കാൻ കഴിവുള്ള എത്രയോ പേരുണ്ട് അല്ലേ. എന്ന് വിചാരിച്ചാൽ നിയമമാണ് ലൈസൻസ് വേണമെന്നുള്ളത്. ലൈസൻസ് എടുത്തിട്ടോ അത്രമാത്രം നന്നായി ഓടിക്കാനും കഴിയാത്ത ആൾക്കാരും ഉണ്ട്, പേടിച്ചിട്ടിരിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇതിന് അത്യാവശ്യം എന്താണ് വേണ്ടത്? മനഃശക്തി അല്ലേ. എന്നെക്കൊണ്ട് ഇത് പറ്റും, മനസ്സിലായോ? ആ ഒരു ജെനുവിനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, സ്ട്രെങ്ത് ഉണ്ട്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് എനിക്ക് പറ്റും, ഐ ആം കേപ്പബിൾ. ഇതാണ് പറയേണ്ടത്, ഐ ആം കേപ്പബിൾ. ഞാൻ ഇതിന് കഴിവുള്ളവനാണ്, എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ടിത് സാധ്യമാകും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള, എത്ര വലിയ വിജയത്തെയും കയ്യിൽ ഒതുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ യുദ്ധത്തിന് പോവല്ലേ, അർജുനുമായിട്ട് യുദ്ധത്തിന് പോവല്ലേ, എത്രയോ പേര് കൊന്ന് വിജയം വരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണ്. ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. യുദ്ധത്തിൽ വിജയിയായി വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഗോള് അച്ചീവ് ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ട് ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. ഇവിടെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? അത് വീൽ ഓഫ് ഫോർച്യൂണിന് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ്, അതായത് സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ നിങ്ങളുടെ ഭാഗ്യസമയം വരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാനും നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെയധികം ആകർഷിക്കപ്പെടുന്ന വ്യക്തിയാവാനും സാധിക്കും. നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകും. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിൽ പവർ അനുസരിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധ്യമാകും, സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഭാഗ്യസമയം വരുന്നു, സമൂഹത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്, ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അതുപോലെ ദ മജീഷ്യന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത്. കണ്ടില്ലേ? മജീഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് പരിശ്രമിക്കണം. ആ കഴിവുകൾ കൊണ്ടുവരണമെങ്കിൽ എന്താണ് വേണ്ടത്? പരിശ്രമിച്ചാൽ മാത്രമേ ഈ കഴിവുകളെ പുറത്തേക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രയത്നിക്കണം, പ്രേ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, രണ്ടും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെയധികം സക്സസ്സിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും 1 ആണ് നമ്പർ വന്നിരിക്കുന്നത്, ഇവിടെ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇവിടെ, അതുപോലെ തന്നെ ടെമ്പറൻസ് കണ്ടില്ലേ? ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശിവനും പാർവതിയും തമ്മിലുള്ള ഐക്യം ബാലൻസ് ചെയ്ത് പോവുകയാണ് ഇവിടെ. എല്ലാ കാര്യങ്ങളിലും ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കാരണം ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്കിപ്പോൾ ആരെയെങ്കിലും നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് അടുത്ത് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. നിങ്ങൾ അത്രമാത്രം ആവേശത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങുന്നു ആ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 2 ഓഫ് വാൺസിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ ഇവിടെ എന്താണോ നോക്കി നിൽക്കുന്നത്
അത് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. ഏതെങ്കിലും വ്യക്തിയാവാം, ഏതെങ്കിലും ഒരു സാഹചര്യമാവാം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടാവാം. അതുമായിട്ട് നിങ്ങൾ കണക്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഉറക്കമില്ലാതെ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ഇവിടെ 3 ഓഫ് സോഡ് വന്നെങ്കിൽ ഇവിടെ അടുത്തായിട്ട് 9 ഓഫ് സോഡ് വന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. കാരണം ഇതെല്ലാം നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ, വീഡിയോ കാണുന്ന എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു, അതാണല്ലോ പറഞ്ഞു, ഓരോരുത്തരുടെ എനർജിയുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അല്ലാത്ത നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. എന്നാലും ഇവിടെ കണ്ടില്ലേ, ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജി ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറക്കമില്ലാതെ ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ച് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ, ഉറക്കമേ ഇല്ല, മന്ദബുദ്ധിയെ പോലെയുള്ള പെരുമാറ്റം. ഉറക്കമില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്? ബുദ്ധി ശരിക്കും പ്രവർത്തിക്കത്തില്ല. പിന്നെ പിച്ചുമ്പേയും പറയുക, ഓർമ്മക്കുറവ്, ഇതെല്ലാം വന്ന് സംഭവിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി വന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കർമ്മ അനുഭവിക്കാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇതെല്ലാം നിങ്ങൾ മുന്നോട്ട് വരും. ഇതിനെല്ലാം മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു വിജയത്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ്. നിങ്ങൾ പേടിക്കും. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടാവാം, ആകാംക്ഷയുണ്ടാവാം. എന്താണ് എനിക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത്? മനസ്സിലായി? നിങ്ങളിപ്പോ 9 ഓഫ് സോഡിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നു. രാത്രി ഉറക്കമില്ല, രാത്രി മുഴുവനും ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഡിപ്രഷൻ, സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. എനിക്ക് നാളെ എന്താണ് വരാൻ പോകുന്നത്, എന്തൊക്കെയോ വരുമെന്നുള്ള പേടി. അതാണ് ഇവിടെ വന്നിരിക്കുന്ന മൂൺ കാർഡ്. എന്തൊക്കെയോ വരുമെന്നുള്ള പേടി. പക്ഷെ വെറുതെയാണ് ഈ പേടിക്കുന്നതൊക്കെ, വെറുതെയാണ്. നല്ല ഒരു ചേഞ്ച് വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മ തീർന്നിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, സ്നേഹം, പ്രണയമാണോ വേണ്ടത്, ജോലിയാണോ വേണ്ടത്, അതുപോലെ തന്നെ മറ്റെന്ത് കാര്യമാണ്, സാമ്പത്തികമാണോ വേണ്ടത്, ഇതിനെല്ലാം ഉത്തരം ഇവിടെയുണ്ട്. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ശിവഭഗവാന്റെ ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാം. എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് ഭഗവാന്റേതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്? ഇന്നത്തെ ദിവസം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ശിവഭഗവാനെ. ഒരു കാർഡ് കൂടെ എടുക്കാവേ. അപ്പൊ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഭഗവാന്റെ മെസ്സേജസ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ബോട്ടം വന്നിരിക്കുന്നത്, ഡോണ്ട് സ്റ്റക്ക് ഹിയർ, മൂവ് ഓൺ. എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യത്തിലായാലും നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ സ്റ്റക്കാണോ ചില കാര്യങ്ങളിലൊക്കെ? ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണ്ട, മൂവ് ഓൺ ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റില്, യുവർ ബിലീഫ്സ് വിൽ കം ട്രൂ. നിങ്ങളുടെ വിശ്വാസങ്ങള് എല്ലാം യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്, അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ശിവഭഗവാൻ പറയുന്നതാണ്. ഗ്രേറ്റ്, ഇവിടെ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ പാടുപെടുന്നത്, എന്താണോ നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നത്, കോൺഫിഡൻസ് ഇല്ലായ്മ എന്ത് കാര്യത്തിലാണോ, പക്ഷെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരൂ. ഇവിടെ യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത്, യുവർ ഹഡിൽസ് ആർ ബീയിങ് റിമൂവ്ഡ്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ്. കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് തീർന്നു കിട്ടും. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടേത് തീർന്നു കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഫെയ്ത്ത് ചെയ്യുക, അതായത് വിശ്വാസം അർപ്പിക്കുക, യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുക, യൂണിവേഴ്സിന് താങ്ക് യു പറയുക, ഫോർഗിവ്നെസ് ചെയ്യുക, ഫോർഗിവ്നെസ് പറയുക, ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യൂ.
വളരെ 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 എന്താണ് സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് വരൂ, പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരൂ, ആക്റ്റീവ് ആകൂ. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും മറികടക്കും. നിങ്ങൾക്കതിന് തടഞ്ഞു ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കും. ലൈക്ക് ചെയ്യാനൊക്കെ ഒരുപാട് പേർ മറന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ആത്മാർത്ഥതയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ യൂണിവേഴ്സിനോടുള്ള ഒരു നന്ദി പറച്ചിലിന് തുല്യമാണ്. മനസ്സിലായോ? ഒരു താങ്ക് യു പറച്ചിൽ യൂണിവേഴ്സിനോട് അത് ഏറ്റവും നല്ലതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.